റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 35 വരെ വാക്യം. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു വരുന്നു, നമ്മൾ ചിന്തിച്ചു വരുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അടുത്തത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ആമേൻ, പ്രതികൂലമാർ. അടുത്തത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. മതി. ആമേൻ. വാക്യം തുടർന്ന് വായിക്കണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു. ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ വിഷയത്തിലും ദൈവം അനുകൂലമാകത്തില്ല. നാം ചിന്തിച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ദൈവം അനുകൂലമല്ല. ദൈവം അനുകൂലമാകുന്നത് ദൈവത്തിനും ദൈവനാമ മഹത്വത്തിനും ദൈവവചനത്തിനും അടിസ്ഥാനമായി നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് അനുകൂലമായിരിക്കും. ഒന്നുകൂടി പറയാം, ദൈവം അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ ശത്രുവിനെ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കുകയോ ഒരാൾക്കെതിരെ അപവാദം പറയുകയോ ചെയ്താൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല. ദൈവം ന്യായത്തിന്റെ ദൈവമാണ്, അന്യായത്തിന് ദൈവം കൂട്ടുനിൽക്കുകയില്ല. ഒരാമേൻ എന്ന് പറയാമോ? ആമേൻ. എന്ന് വെച്ചാൽ ദൈവം എപ്പോഴാണ് അനുകൂലമാകുന്നത്? നാം ദൈവത്തിനും ദൈവവചനത്തിനും ദൈവകൃപയിലും നാം നിൽക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവം നിനക്ക് അനുകൂലമായിരിക്കും. ഹല്ലേലൂയ. 2 നമ്മൾ ചിന്തിച്ച രണ്ടാമത്തെ വിഷയം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? അതിനകത്ത് എല്ലാ നന്മയുമുണ്ട്, അതിനകത്ത് എല്ലാ അനുഗ്രഹവുമുണ്ട്. സ്വന്തം പുത്രനെ തരാൻ ദൈവം മടി കാണിക്കായ കൊണ്ട് എല്ലാം തരാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. പിതാവിന് ഏറ്റവും വലുത് സ്വന്തം പുത്രനാണ്. പിതാവിന് ഏറ്റവും വലുത് പുത്രനായിരുന്നു. ആ പുത്രനെ നമുക്ക് തരാൻ അവൻ മനസ്സ് കാണിച്ചെങ്കിൽ പുത്രന്റെ കൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? ചുമത്തും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്ന് പകൽ ഇതിനകത്ത് ഇരിക്കുന്നത് എന്ന് ഉറപ്പുള്ളവർ കരവും ശക്തവും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഇലക്ഷനുമുണ്ട്, സെലക്ഷനുമുണ്ട്. നമ്മൾ ആരും ഇലക്ഷൻ വഴി വന്നവരല്ല, നാം സെലക്ട് ചെയ്യപ്പെട്ടവരാണ്. ഒരാമൻ പറഞ്ഞേ. നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ ആമൻ പറഞ്ഞു പറ. ആമൻ എന്നെ ഇലക്ഷനിലൂടെ കയറ്റിയതല്ല, ദൈവം എന്നെ സെലക്ട് ചെയ്ത് കയറ്റിയതാണ്. അല്ലേ? ദൈവം സെലക്ട് ചെയ്തത് എങ്ങനെയാ സെലക്ട് ചെയ്തത്? നമ്മുടെ കഴിവ് നോക്കിയല്ല സെലക്ട് ചെയ്തത്, മിടുക്ക് നോക്കിയല്ല സെലക്ട് ചെയ്തത്. ദൈവം സെലക്ട് ചെയ്തത് നമ്മുടെ ഇല്ലായ്മ കണ്ടാണ് സെലക്ട് ചെയ്തത്. ദൈവം ഒരാളെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ പ്രൗഢിയോ ഒന്നും നോക്കിയല്ല. ദൈവം നമ്മെ സെലക്ട് ചെയ്യുന്നത് ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഈ ദൈവത്തിന്റെ സെലക്ഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. ഒരിക്കലും മാനുഷികമായ ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം ചിന്തിക്കരുത്. ഒരിക്കലും അത് പൊരുത്തപ്പെട്ടു പോവത്തില്ല. ലോകത്തിലെ ചിന്തയും വേദപുസ്തകത്തിലെ ചിന്തയും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിന്റെ ആത്മാവ് വേറെ, ദൈവത്തിന്റെ ആത്മാവ് വേറെ. ലോകത്തിന്റെ ചിന്ത വേറെ, ദൈവത്തിന്റെ ചിന്ത വേറെ. ജഡത്തിന്റെ ചിന്ത വേറെ, ആത്മാവിന്റെ ചിന്ത വേറെ. ലോക ചിന്തയുമായി നടക്കുന്നവൻ ദൈവത്തിന്റെ ചിന്തയുമായി കണക്ട് ആകത്തില്ല. ആ നിലയിൽ നിങ്ങൾ യേശുവിനെയും വചനത്തെയും കാണരുത്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനം സെലക്ട് ചെയ്തു. എങ്ങനെ ദൈവം സെലക്ട് ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കഴിവും ദൈവം വെളിപ്പെടുത്തേണ്ടതിന് ഇതൊന്നുമില്ലാത്തവനെയാ ദൈവം സെലക്ട് ചെയ്യുന്നേ. മനസ്സിലായില്ല? കഴിവുള്ളവന് ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന്റെ കഴിവോ കൃപയോ അവന് കൊടുക്കണമെന്നില്ല, ഓൾറെഡി അവന് കഴിവുണ്ട്. എന്നാൽ തമ്പുരാൻ സെലക്ട് ചെയ്യുന്നത് ഒരു കഴിവും ഇല്ലാത്തവനെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ കഴിവും കൃപയും അവന് മേൽ അണിയിച്ചാണ് ദൈവം അവനെ മാനിക്കുന്നത്.
ദൂത് മനസ്സിലായോ? എന്നിട്ട് അത് കുറച്ചുകൂടി ശാന്തമായി മനസ്സിലാക്കാൻ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്. അവൻ ഒരു പക്ഷേ വ്യക്തിപരമായി ചിലരോട് ആഴമായി ചില ദൈവിക ദൂത് പറയാൻ ഒരു നിയോഗം എൻ്റെ അകത്തുണ്ട്. ഞാനത് പറയാം. സ്തോത്രം. ഇന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ സെലക്ഷൻ എന്ന് പറയുന്ന മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. പണ്ട് ഈ മരുഭൂമിയിൽ ഇസ്രായേൽമക്കൾ ചുമന്നുകൊണ്ട് നടന്ന ഒരു പെട്ടകമുണ്ട്. പെട്ടകം ചുമന്നുകൊണ്ട് നടന്ന ഒരു പെട്ടകം. അതിനകത്ത് നിയമ പെട്ടകമെന്നും സാക്ഷ്യ പെട്ടകമെന്നും ഒക്കെ അതിന് പേര് പറയും. എന്തുകൊണ്ട് അത് നിയമ പെട്ടകമായി? ആ പെട്ടകത്തിനകത്ത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്തവടി, ആമൻ, പിന്നെ ആമൻ കൽപ്പലക. ഈ 3 കാരണങ്ങൾ ഈ പെട്ടിക്കകത്ത് വന്നതുകൊണ്ട് അത് നിയമ പെട്ടകമായി. ഇത് സാക്ഷ്യത്തിന്റെ പെട്ടകമാണ്. ഇവര് ഈ 3 സാധനം ഇതിനകത്തിരിക്കുന്നത് ദൈവിക ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള 3 കാരണങ്ങളാണ്. അതുകൊണ്ട് അത് സാക്ഷ്യപ്പെട്ടകമായി. ഈ സാക്ഷ്യപ്പെട്ടകം അല്ലെങ്കിൽ നിയമപ്പെട്ടകം എന്ന് പറയുന്ന ഈ പെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ആമൻ ഒരു മനുഷ്യനും ഉലകത്തിൽ ഉപയോഗിക്കാത്ത ഒരു മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. പണ്ടൊരിക്കൽ ഞാനിവിടെ പ്രസംഗിച്ചതാണ്. ആമേൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാണെന്നറിയോ? ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഒടുക്കത്തെ മറവിയ. അത് എനിക്കൊരു ഭയങ്കര സന്തോഷം. അതിലാണ് ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പ്രസംഗം പോലും നിങ്ങൾ ഓർക്കത്തില്ല. അതുകൊണ്ട് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. അടുത്തിരിക്കുന്ന ആളോട് നോക്കിയിട്ട് ചോദിച്ചു, അതങ്ങനെയല്ലേ? അതങ്ങനെയാ. ഹല്ലേലൂയ. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയുകയാണ് കേട്ടോ. സ്തോത്രം. ഈ പെട്ടകം ഉണ്ടാക്കിയപ്പോ പെട്ടകം ഉണ്ടാക്കാനായിട്ട് എടുത്ത മരം ഏതാണെന്നറിയാമോ? ഖദീര മരം എന്ന് പറയുന്ന ഒരു മരമാണ്. പണ്ട് പറഞ്ഞതാ, എങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ കേൾക്ക്. ഈ ഖദീര മരം എന്ന് പറയുന്നത് ആയുസ്സിൽ ഒരു മനുഷ്യനും ഒരു പണിക്കും എടുക്കാത്ത, ഉപയോഗിക്കാത്തൊരു മരമാണ്. ഏത്? ഖദീര മരം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഈ ബീമുണ്ടല്ലോ, ഈ ബീമിന്റെ കറുത്ത കളറില്ലേ, ഇതുപോലൊരു കളറാണ് നമ്മുടെ നാട്ടിൽ സുപരിചിതമായി കണ്ടുവരുന്ന തെങ്ങിൻ തടിയില്ലേ. തെങ്ങിൻ തടി ഇവിടെ ആര് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞിരിക്കുന്നതാ. അവൻ മരപ്പണിക്കാരന് ചിന്തേരി ഇടാനൊക്കത്തില്ല, മരപ്പണിക്കാരന് പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല. കാരണം ഈ ചിന്തേരി അങ്ങോട്ട് ഇടുമ്പോൾ ഇതിന്റെ ആരെല്ലാം കൂടി ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. ഖദീരമരത്തിന്റെ ആരുകൾ ഇങ്ങനെ ഇടന്ന് നിൽക്കുക, ഒന്ന് ഇങ്ങോട്ടും മറ്റൊന്നിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും പണിക്കെടുക്കത്തില്ല. ഭയങ്കര വള. ഒരു 2 അടി നീളത്തിൽ ഖദീരമരം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 അടി നീളത്തിൽ കിട്ടില്ല. 2 അടിക്കകത്ത് ഒത്തിരി വളവുണ്ടാകും. വളവുണ്ട്, ആരുകൾ ശരിയല്ല, കളർ ശരിയല്ല. കടുപ്പമേറിയ മരമാണ്. ഉളി അങ്ങോട്ട് വെട്ടിയാൽ ഉളി ഇങ്ങോട്ട് തെറിക്കും. അതുകൊണ്ട് തന്നെ ഒരു പണിക്കാനും എടുക്കത്തില്ല. തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ, നിനക്ക് ഇഷ്ടമാണേലും ഇഷ്ടമില്ലേലും എനിക്ക് തേക്ക് വേണ്ട, എനിക്ക് ചന്ദനമുട്ടി വേണ്ട, എനിക്ക് ഈട്ടി വേണ്ട, എനിക്ക് മഹാഗണി വേണ്ട. എനിക്ക് പണിക്കെടുക്കേണ്ടത് ആരും എടുക്കാത്ത ഖദീര മരത്തെയാ വേണ്ടത്. ഒരു സ്വതന്ത്രം ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായോ? ആരും പണിക്കെടുക്കാത്ത, ആരും ഉപയോഗിക്കാത്ത, ഒരാശാരിയും അവ പണിയാനെടുക്കാത്ത ആ ഖദീര മരത്തെ എനിക്ക് പെട്ടകം പണിയാനെടുക്കണം. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇന്ന് പകൽ വേളയിൽ ഇതിനകത്തൊരു സെലക്ഷൻ നടക്കുന്നുണ്ട്. ആരെയാണെന്നറിയാമോ? ആരും എന്നെ എടുത്തിട്ടില്ല, ആരും എന്നെ കണ്ടിട്ടില്ല, ആരും എന്നെ വിളിച്ചിട്ടില്ല, ആരും എന്നെ നോക്കിയിട്ടില്ല. ദൈവ പൈതലേ, ആരും നോക്കിയിട്ടില്ലെന്ന് കരുതി, ആരും കണ്ടിട്ടില്ലെന്ന് കരുതി നീ ഭാരപ്പെടണ്ട. നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇന്ന് പകൽ പതിയാൻ പോകുകയാണ്. ദൈവം നോക്കുന്നത് നിന്നെയാണ്, ദൈവം നോക്കുന്നത് നിന്നെയാണ്. പരിശുദ്ധ ആത്മാവ് പറയുന്നു, അവൻ എടുക്കാത്ത, ആരും പണിയാത്ത, ആരും പണിയാൻ ഉപയോഗിക്കാത്ത ഖദീര മരത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുടെ കരം വെളിപ്പെട്ടു വന്നു എങ്കിൽ ആരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് കഴിവില്ല കേട്ടോ, എന്നെ എടുക്കാൻ ആരുമില്ല കേട്ടോ, എന്നെ പൊക്കാൻ ആരുമില്ല കേട്ടോ. സൈന്യങ്ങളുടെ യഹോവ നിന്നെ നോക്കി ദൂത് പറയുന്നു, ആർക്കും വേണ്ടാത്തതിനെയാ എനിക്ക് വേണ്ടത്. എല്ലാരും തള്ളിയതിനെയാ എനിക്ക് വേണ്ടത്. ഇന്ന് പകൽ തള്ളിയതിനെ പണിയുന്ന, എല്ലാരും ഉപേക്ഷിച്ചതിനെ പണിയുന്ന ഒരു ദൈവകരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. തമ്പുരാന്റെ പണിയുടെ ഒരു പ്രത്യേകതയാണ് ദൈവമക്കളെ. ദൈവം സെലക്ട് ചെയ്യുന്നത് ഗുണമില്ലാത്ത, മണമില്ലാത്ത എടുക്കുന്നേ. ഈ ദൈവം ഒന്നും ഇല്ലാത്തതിനെ എടുത്തിട്ട് ദൈവം ഒരു കൂട്ടുകൂട്ടും. ദൈവം ഒരു
കൂട്ടുകൂട്ടും. സ്തോത്രം. ഞാൻ എന്താ പറഞ്ഞത്? കയറി വന്നുകൊണ്ട് പറയുക, ഈ യെരൂശലേം ദൈവാലയത്തിനകത്തും കത്തുന്ന ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുണ്ട്. 2, ഈ പുരോഹിതന്മാരെ രാജാക്കന്മാരെ ഒക്കെ അഭിഷേകം ചെയ്യാൻ ഒരഭിഷേക തൈലം കൂട്ടുണ്ടാക്കും. ഈ അഭിഷേക തൈലത്തിന്റെ കൂട്ടിനെ കുറിച്ച് അടുത്തൊരു ദിവസം നിങ്ങളോട് വിശദമായി ഞാൻ പഠിപ്പിക്കാം. അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ തൈലം എന്ന് പറയുന്നത് 1, 2, 3 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ്. ആമേൻ, ആമേൻ. ഒലിവെണ്ണ, അങ്ങനെ ഒരു 3-4 കൂട്ടം സാധനമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുന്നത് അഭിഷേകത്തിന്റെ എണ്ണ. അത് തനിച്ചിരുന്നാൽ അതിന് ഗുണമൊന്നുമില്ല. ഇതെല്ലാം കൂടി വിദ്യ പ്രകാരം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര സൗരഭ്യമാണ്. മനസ്സിലായോ? ദൈവം ഒരു ഗുണവുമില്ലാത്തതിനെ, ഒരു മണവുമില്ലാത്തതിനെ ദൈവത്തിന്റെ ചേരുവകൾ ചേർക്കുമ്പോൾ അത് ഗുണമുള്ളതായി മാറും. മനസ്സിലായോ? ഇന്നൊരു പക്ഷേ നിനക്കത്ര വലിയ ഗുണമോ ശ്രേഷ്ഠതയോ ഒന്നുമില്ലായിരിക്കാം. പക്ഷേ തമ്പുരാൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഏറ്റവും മൂല്യമുള്ളതാക്കി മാറ്റും, അത് ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി മാറ്റും. കരം തട്ടി ദൈവത്തിന് മഹത്വം ചെയ്യ്. ദൈവമക്കളെ, ആ മെസ്സേജ് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഈ ദൂത് മറക്കരുത്. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? അല്ലേ? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓടി വരുന്ന ഒരു കൊച്ചു ചിന്ത എന്നാന്നറിയോ? ദൈവം ഒരാളെ സെലക്ട് ചെയ്തു. ആരെയാണെന്നറിയോ? മോശയെ. മോശ വിക്കനായിരുന്നു, തടിച്ച നാവുള്ളവനായിരുന്നു. മോശ ഫറവോന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും? മോശയോട് ദൈവം പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോ നിന്റെ സഹോദരനായ അഹരോനെ നിനക്ക് വായായിട്ട് ഞാൻ നിർത്തും. നീ അവിടെ ചെന്നാ മതി. നിന്റെ അഹരോനായ നിന്റെ സഹോദരൻ, മൂത്ത ജ്യേഷ്ഠൻ നിനക്ക് വായായിട്ടുണ്ട്. അങ്ങനെ അഹരോനെ ദൈവം അഭിഷേകം ചെയ്ത് മോശയുടെ മുമ്പിൽ ഒരു ലീഡറാക്കി വെച്ചു. സ്വതന്ത്രം ചെയ്തേ. ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാ. ഈ ലീഡർഷിപ്പും അവൻ ദൈവത്തിന്റെ നിയോഗം എന്നൊക്കെ പറയുന്നത് ദൈവം സെലക്ട് ചെയ്യുന്നതാണ്. ഒരാമൻ പറഞ്ഞേ ഹല്ലേലൂയ. ഈ തന്നെത്താൻ ലീഡറാകുന്നവരുണ്ട്, ദൈവ ലീഡറാക്കുന്നവരുണ്ട്. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. തന്നെത്താൻ ലീഡറാകുന്നവരുണ്ട്, ദൈവം ലീഡറാക്കുന്നവരുണ്ട്. ദൈവം ലീഡറാക്കിയവന്റെ മുമ്പിൽ ഒരു അനുഗ്രഹം. സ്തോത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവമാക്കുന്ന അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അഹരോൻ, മോശ വരും, മോശ വടിയിടാൻ പറയും, അഹരോൻ വടിയിടും. നൈൽ നദി അടിക്കാൻ പറയും, അഹരോൻ അടിക്കും, നൈൽ നദി രക്തമാകും. ഇങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ജലത്തിന്റെ ഇടക്ക് ഒരു കൊച്ച അസൂയ അങ്ങ് മുതലെടുത്തു. അസൂയ. അതില്ലാത്തവർക്കായി സ്തോത്രം. അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചേ, അപ്പൊ അറിയാം. ഞാൻ കണ്ണടച്ച് പിടിച്ചേക്കുക, ഞാൻ നോക്കുന്നില്ല. സ്തോത്രം. ഈ ചിരി കാണുമ്പോൾ അറിയാം അസൂയ ഉണ്ടോ ഇല്ലയെന്ന്. ഹല്ലേലൂയ. അത് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റിയാൽ ഒരു സന്തോഷമാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ഒത്തിരി ആളുണ്ട് അല്ലേ? ഇത് ഭയങ്കര ഒരു സംഭവമാണ്, ഒരു ഭയങ്കര സംഭവമാണ്. ഹല്ലേലൂയ. കയറിപ്പോയല്ലോ, എന്നാ ചെയ്യും? ഹല്ലേലൂയ. എന്തായാലും കയറിയതല്ലേ, പറഞ്ഞു വിട്ടേക്കാം. ഈ അസൂയയാണ്. ഞാൻ ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്, പിശാചിനെ പുറത്താക്കിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടും പോകാത്തൊരു ദുരാത്മാവ് ഉണ്ടെങ്കിൽ ഇത് അസൂയ. അത് ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിലും എന്തുണ്ട്? അസൂയുണ്ട്. ജോസഫിനെ പൊട്ടക്കിണറ്റി ചേട്ടന്മാർ ഇടാൻ കാര്യം എന്നാ? അസൂയ. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, പിതാക്കന്മാർക്ക് അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. യേശുവിനെ കൊല്ലാൻ കാര്യം എന്നാ? ആമേൻ. പുരോഹിതന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പൊ നിന്നോട് ചിലർ മിണ്ടാത്ത എന്നാ? ഈ ആരാധന കഴിയുമ്പോ കൈപോലും തരാതെ എഴുന്നേറ്റ് പോകുന്ന എന്നാ? മുഖത്ത് നോക്കി ഞാൻ ദൂത് പറയും, എന്നിട്ട് സ്വതന്ത്രം പറഞ്ഞ് ഞാൻ തലേ കൈ വെച്ച് ദൂത്. നിനക്ക് ആളുകളെ ആമൻ ആമൻ ഫേസ് ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു കാരണം മനസ്സിലായിട്ടില്ലല്ലേ? നിന്റെ അകത്ത് അസൂയോളുണ്ട്. മനസ്സിലായില്ലല്ലേ? അതാ കാര്യം. എടാ, നിനക്കൊരാളെ ആമൻ മനസ്സ് തുറന്ന് ഒരാളോട് കൈ
സംസാരിക്കാൻ ആ വ്യക്തിയോട് തുറന്നിടപെടാൻ നിനക്ക് കഴിയാതെ അവൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എന്താണ് പോകുന്നെങ്കിൽ ഓർത്തോ, എന്തോ ഒരു സംഭവത്ത് കിടപ്പുണ്ട്. പക്ഷെ നീ പറയൂ, ഞാനൊരു മാന്യനാണ്, ഞാൻ അങ്ങനെ ആരോടൊന്നും അതാണ് അസൂയയുടെ കുഴപ്പം. നിനക്ക് അസൂയയില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആടെ മുഖത്ത് നോക്കി ചിരിച്ചൊന്ന് കയ്യൊക്കെ ഇട്ട് കെട്ടിപ്പിടിച്ചൊരു സ്വത്രമൊക്കെ പറഞ്ഞ് നല്ലൊരു ആമേനൊക്കെ പാസ്സായിക്കൂടെ? ആ കൈയൊന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് കൈയിട്ട് ഒന്ന് ചിരിച്ച് ഒരു സന്തോഷത്തോടെ നല്ലൊരു ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് സ്വത്രം. ആമേൻ. എനിക്ക് ദൈവം ഒരു വണ്ടി തന്നു. എനിക്ക് ദൈവം ഒരു ഇലക്ട്രിക്കൽ വണ്ടി തന്നു. ഞാൻ ആരോടും കാശ് മേടിച്ചിട്ടല്ല ഇലക്ട്രിക്കൽ വണ്ടി മേടിച്ചത്. എൻ്റെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് മേടിച്ചതാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ പാസ് ആരാണ്ടൊക്കെ ഞാൻ ആരോടും വണ്ടി മേടിക്കാൻ പൈസ ചോദിച്ചിട്ടുമില്ല, പൈസ മേടിച്ചിട്ടുമില്ല, ഇന്നോട്ട് ചോദിക്കത്തുമില്ല. ഞാൻ അങ്ങനെ ഇതിനകത്ത് ആരോടെങ്കിലും പൈസ ചോദിക്കാറുണ്ടോ? ഇല്ല. പണ്ട് ചോദിക്കുമായിരുന്നു. ചോദിക്കുന്ന ഒരാൾ സുരേഷ് ചേട്ടൻ എവിടെയുണ്ട്? സുരേഷ് ചേട്ടൻ ഞാൻ ചർച്ച തുടങ്ങിയ കാലം തൊട്ടുള്ളതാണ്. അപ്പം എനിക്കെന്തൊരു ആവശ്യം വന്നാൽ ഞാൻ ആകെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരാൾ ദാണ്ടിരിക്കുന്നതാണ്. പിന്നെ ആൽബട്ടങ്ങൾ എന്നോട് പറയും, പക്ഷേ പൈസ ആവശ്യമുണ്ട് പറയണേ. ലസ്റ്റർമും പോകാൻ നേരത്ത് പെൻഷൻ കിട്ടിയ പൈസ മാറ്റി വെച്ചു. പൈസ എന്നോട് പറഞ്ഞു, പക്ഷേ പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അവനെ പോകാനുള്ള ഞാൻ മേടിച്ചിട്ടില്ല, തരാൻ മനസ്സുണ്ട്. അപ്പോൾ ദൈവം എനിക്കൊരു വണ്ടി തന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പം എന്നോട് ബിജു ചോദിച്ചു വണ്ടി ഇടണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം എന്നോട് ചോദിച്ചു എന്താ വെറുതെ കയറുന്ന കുരങ്ങിന് എന്തിനാ ഏണി വെച്ച് കൊടുക്കുന്നത്? അല്ലാഞ്ഞിട്ട് തന്നെ കുരങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ചുമ്മാ കയറുന്നുണ്ട്. ഇനി ഏണിയും കൂടി വെച്ച് കൊടുത്താലോ? മനസ്സിലായില്ലല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ക്രേറ്റ വണ്ടി ഉണ്ടായിരുന്നു. ക്രേറ്റ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കാശ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു MG മേടിച്ചു, ഇലക്ട്രിക്കൽ വണ്ടി മേടിച്ചു. ബാക്കി ഞാൻ ലോൺ എടുത്തു. ഒരല്ലോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വണ്ടിക്കെട്ട് അടിച്ചിട്ട് പറയാം, ഇലക്ട്രിക്കൽ എടുത്തല്ലേ. ഞാൻ ഉപദ്രവിക്കരുത്, ഡീസൽ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാ. ഉപദ്രവിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കാൻ പോയാ ഇതിങ്ങനെ വെളിപ്പെട്ട് വരും. ഇപ്പൊ ആർക്കൊക്കെ ഉണ്ടെന്ന്. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. ശരിക്ക് നിനക്കുണ്ട്. അവന് ചിരി എന്താ അറിയാം? ഞാൻ തമാശ പറഞ്ഞതാ. ഹല്ലേലൂയ അല്ലേ? അസൂയ എവിടെ നിന്നാ തുടങ്ങിയെന്നറിയോ? ഈ ഒരാള് ശുശ്രൂഷ പ്രയോജനപ്പെടുന്ന കാണുമ്പോൾ മറ്റേയാൾക്ക് എന്ത് വരും? ഇത് സർവ്വസാധാരണമാണ്. അഗരോൻ വടിയിടുന്നു, അഗരോൻ ഇന്നത് ചെയ്യുന്നു. ഉടനെ ഇവരെല്ലാം കൂടി അസൂയപ്പെട്ടിട്ട് പറഞ്ഞു, അതെ കാര്യമൊക്കെ കൊള്ളാം, ഇവന് മാത്രമേ ഉള്ളൂ ശുശ്രൂഷ, ഉള്ളൂ, ഞങ്ങൾക്ക് കൊണ്ട് ശുശ്രൂഷ. അതുകൊണ്ടൊരു കാര്യം ചെയ്യ. പ്രശ്നമായി, പ്രതിസന്ധിയായി. തമ്പുരാൻ ശാന്തമായി പറഞ്ഞു, മോശെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ തെരഞ്ഞെടുത്തത് ആരാണെന്ന് ഞാൻ ആലയത്തിൽ തെളിയിക്കാം. സ്വതന്ത്രം. തമ്പുരാൻ ചെയ്ത മറുപടി എന്താണെന്നറിയാമോ? തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്. ഈ പുരോഹിതന്മാരുടെ പ്രവാചകന്മാരുടെ ഒക്കെ വടി ആലയത്തിനടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അഹരോന്റെ വടി വെച്ചു. അഹരോന്റെ വടിയിൽ ലേവി ഗോത്രത്തിന്റെ പേരെഴുതി വെച്ചു ദൈവമക്കളെ. എന്നിട്ട് തമ്പുരാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നാളെ നേരം വെളുക്കുമ്പോ വാ, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി തളിർത്തിരിക്കും, ഞാൻ തെരഞ്ഞെടുത്തവന്റെ വടി പൂത്തിരിക്കും. ഇന്ന് പകൽ ഒരു ദൂത ദൈവമക്കളോട് പറയുന്നു, ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തതെങ്കിൽ, ദൈവമാണ് നിന്നെ സെലക്ട് ചെയ്തതെങ്കിൽ, ദൈവമാണ് നിന്നെ സെലക്ട് ചെയ്തെടുത്തതെങ്കിൽ നിന്റെ വടി തളിർക്കും. ദൈവ പൈതലേ, കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. നിന്റെ വടി തളിർക്കുമെന്ന്, നിന്റെ വടി പൂക്കുമെന്ന് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലോ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവം തെരഞ്ഞെടുത്തവനെ എല്ലാരും കാണുക. ദൈവം തെരഞ്ഞെടുത്തവന് സകല ജനവും കാണുക. ദൈവം തെരഞ്ഞെടുത്തവന് സകല ജനവും കാണുക. ഉയർത്തി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടണ്ട. ആമേൻ. പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, ദൈവമാണ് നിന്നെ സെലക്ട് ചെയ്തത്, ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തത്. ആരെല്ലാം എന്ത് വേണേലും പറയട്ടെ, ആരെല്ലാം എന്ത് വേണേ കുറ്റപ്പെടുത്തട്ടെ, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർത്തിരിക്കും. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർത്തിരിക്കും. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഇന്ന് അവനെ പച്ച ഷർട്ടിട്ട മോനെ ഞാൻ ആദ്യമായിട്ടല്ലേ, മോനോട് ആദ്യമായിട്ടോ
ആദ്യമായിട്ടാ കുഞ്ഞ് നീ എന്ന് എഴുന്നേറ്റ് നിന്നേ. ഞാനിവിടെ കയറി നിന്നപ്പോൾ മുതൽ ഈ മെസ്സേജ് പറയാ, കുഞ്ഞ് നിന്നോടൊരു ആലോചന പറയാൻ ആത്മാവ് എന്റെ ഉള്ളത്തിൽ തരുകയാണ്. അവൻ നിന്റെ ജനനമുണ്ടല്ലോ മോനെ, നീ ജനിച്ചു വളർന്നുണ്ടല്ലോ ഒരു കഷ്ടതയുടെ അവൻ ഞെരുക്കത്തിന്റെ സാഹചര്യത്തിലാ കുഞ്ഞ് നീ ജനിച്ചു പുറത്തു വന്നത്. പക്ഷെ പലയിടത്തും നീ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, പലയിടത്തും നീ തള്ളപ്പെട്ടിട്ടുണ്ട്. പലരുടെയും ജീവിത രീതി കണ്ടിട്ട് കർത്താവേ എന്നാണ് എനിക്കിതുപോലെ ഒരു സാഹചര്യം ദൈവം ഒരുക്കുന്നത് എന്ന് ചോദിച്ച് കരഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ മനസ്സുണ്ടായിട്ടും ഇല്ലാതിരുന്ന ഒരു കുടുംബ പശ്ചാത്തലം ഇന്ന് പക ദൈവാത്മാവെന്നെ കാണിക്കുക. പക്ഷെ കുഞ്ഞെ നീ കുറിച്ചു വെച്ചോ, നീ ദൈവത്തിന് വിശ്വസ്തനാ. ഇന്ന് പകൽ ആത്മാവെന്നോട് പറയുന്നു, നിന്നെ ദൈവം സെലക്ട് ചെയ്തത്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ ദേശം കാണുക, നിന്റെ രാമൻ ദേശവാസികൾ കാണുക. ദൈവം ചെയ്യുന്നത് ഈ ദിവസം ഉറപ്പിക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന പറയുകയാണ്. മോനെ, ഒരു കാര്യം കൂടി എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു രോഗസൗഖ്യം ദൈവം പകരാൻ പോകുക. ആമേൻ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് അതിശക്തമായ ഒരു രോഗശാന്തി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. എവിടേക്കെയോ തകർത്ത് കളഞ്ഞത്, എവിടേക്കെയോ അവൻ ഉദിച്ചു കളഞ്ഞത് ഇന്ന് പകൽ ദൈവം പൊട്ടിക്കുന്നു. നാളുകളായിട്ട് നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു രോഗാത്മാവുണ്ട്, ഒരു രോഗശക്തിയുണ്ട്. ചിലതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ സഭയുടെ നടുവിൽ വെച്ച് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കൂടാരത്തിനകത്ത് കിടക്കുന്ന ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിക്കുക, ദൈവം പൊട്ടിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രവചന അവന്റെ കൂടാരത്തിൽ വ്യാപരിക്കട്ടെ. ഈ പ്രവചന ദൂത് അവന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ശത്രു എഴുതി വെച്ച സകല കൈയെഴുത്തുകളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ ഒരു കാഴ്ച കൂടി കാണുന്നു മോനെ. ആമൻ. മോന് ഒരു ബുക്ക് എടുത്തു വെച്ച്, ഒരു പേപ്പർ എടുത്തു വെച്ച് എന്തോ ഒരു ടെസ്റ്റ് എഴുതുന്നത് എന്റെ ദൈവം കാണിക്കുക. നീ ചിലത് എഴുതാൻ പോയ, ശരിയാണോ? ശരിയാ മോനെ, നീ ചിലത് എഴുതും. അത് എഴുതിയ കിട്ടുമോ കിട്ടി, അതൊന്നും വിഷയമല്ല. ദൈവം നിനക്ക് തരുമത്. അവൻ തരും മോനെ. എഴുന്നേറ്റിന്നോ, ദൈവം പ്രാർത്ഥിക്കാൻ പോകുക. അത് തരും. ഓടിവാ 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 ഓടിവാ, മുന്നോട്ട് വാ. അവൻ നീ അത് എഴുതും. നിന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഫയലും ഇരിക്കുന്നത് ദൈവം എന്നെ കാണിക്കുക. അതൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കും. കുഞ്ഞ്, നീ അനേകർക്ക് ഒരു പ്രയോജനമാകാൻ പോകുക. കർത്താവേ, ഞങ്ങളുടെ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഈ ആലയത്തിന് നടുവില് നിന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു എങ്കിൽ അതിശക്തമായ ഒരു ദൈവിക അനുഗ്രഹം നിന്റെ പൈതന്മേൽ വെളിപ്പെട്ടു വരട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓർക്കണമെന്ന് പറഞ്ഞ പലരും മറന്നു കേട്ടോ മോനെ. നീ പറഞ്ഞു ഞങ്ങളെ ഒന്ന് ഓർക്കണം. ഓർക്കേണ്ടവരും ഓർക്കണമെന്ന് പറഞ്ഞവരും ഒക്കെ കുഞ്ഞെ നിന്നെ മറന്നു. പക്ഷേ എല്ലാവരും മറന്നപ്പോ തമ്പുരാൻ ഓർത്തു. ജോസഫിനെ എല്ലാവരും മറന്നു, പക്ഷെ തമ്പുരാൻ ഓർത്തു. നിന്നെ ഓർക്കാൻ നിന്റെ കുടുംബത്തിൽ കൊലപ്പേരുണ്ട്. നിന്റെ കുടുംബാന്തര ഭാഗത്തും നിന്റെ കുലത്തിലും നിന്നെ ഓർത്തൊന്ന് കൈപിടിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരും കൈപിടിച്ചിട്ടില്ല. എന്നും അവഗണിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, എന്നും തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ. നിന്റെ ആവശ്യങ്ങൾക്ക് നീ പലരോടും ചോദിക്കാൻ മടി കാണിക്കും, കാരണം അപമാനം സഹിച്ച്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിന്നെ സെലക്ട് ചെയ്യുക. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വരികയാ. ആരും എടുക്കാത്തതിനെ പണിയാൻ എടുക്കുന്ന ദൈവത്തിന്റെ കരം കുഞ്ഞെ ദൈവം നിന്റെ മേൽ നീട്ടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽ ആലോചന പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കരമടിച്ച് കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. ശക്തിയോടെ കരമുയർത്തി നല്ലൊരു തമ്പുരാന്റെ സെലക്ഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ എന്നും ഓർക്കുക, നിരാശയോടെ ഇതിനകത്ത് ഇരിക്കരുത്. അവൻ എടുക്കുന്നതിനെ തളിർപ്പിച്ചു, അത് പൂത്തു, അത് ബദാം കായ്ച്ചു. അല്ലേ അല്ലേ? ഒരാമൻ പറ. എനിക്ക് ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നു, ഇതിനകത്തുള്ള കുറച്ച് പേരെയൊക്കെ എഴുന്നേപ്പിച്ച് ഞായറാഴ്ച ഒരു 5 മിനിറ്റ് ഒന്ന് സാക്ഷ്യം പറയിപ്പിക്കണം. കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ, ഞാൻ ഈ പറയുന്ന ദൂതൊക്കെ നടക്കുന്നതാണോ എന്നൊന്നും അറിയണ്ടേ.
അത് അനുഭവിച്ചവരിവിടെ ഉണ്ട്. അല്ലേ അല്ലേ വിനി? അല്ലേ? ഇതൊക്കെ സാക്ഷിയാ ഇതിനകത്തിരിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്താൽ ഒരുവനെ എങ്ങനെ ഉയർത്തുമെന്നും ദൈവത്തിന് എങ്ങനെ മാനിക്കാൻ കഴിയുമെന്നുള്ളതിന് എത്ര സാക്ഷി ഇവിടെ ഉണ്ട്, എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലേ? എത്ര ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആരും ഭാരപ്പെടിയൊന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാനും ഹല്ലേലൂയ പറയിപ്പിക്കാനും അല്ല ഞങ്ങളുടെ ഈ പ്രസംഗം. ദൈവം തെരഞ്ഞെടുത്താൽ നീ തളിർത്തിരിക്കും. ദൈവം തെരഞ്ഞെടുത്താൽ നിനക്കൊരു ഫലമുണ്ടായിരിക്കും. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമക്കളെ, 4-ാമത്തെ 33. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആര് കുറ്റം ചുമത്തും? ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. മതി മതി മതി. ആറ് കുറ്റം ചുമത്തും. കുറ്റം ചുമത്തും. ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? ഇനി കേട്ടെ, ആരെങ്കിലും നിന്നെ കുറ്റം ചുമത്തിയാ നിനക്കെന്താ വിഷയം? രാമൻ പറ. ഞാനിങ്ങനെ പറയാം, നമ്മൾ ചിലരാന്ന് ഇവന് ഭയങ്കര തുലിക്കെട്ടിയാന്ന് പറയില്ലേ? ഇവന് ഭയങ്കര നല്ല തുലിക്കെട്ടി. ഇവിടെ ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്താനാ പറ്റുമോ? ഉണ്ടോ? ദൈവമാണ് നിന്നെ സെലക്ട് ചെയ്തത്, ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തത്. ഒരു മനുഷ്യനും നിന്റെ നേരെ കുറ്റം പറയാൻ വിരൽ ചൂണ്ടാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. സന്തോഷത്തോടെ രാമൻ പറഞ്ഞു ദൈവമക്കളെ. കാരണം നിന്റെ കുറവ് തീർത്താ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത്, നിന്നെ പരിഹരിച്ച ദൈവം കൊണ്ടുവന്നത്. നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ വല്ലായ്മകൾ എല്ലാം നീക്കിയ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ആമൻ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, ഒരു മനുഷ്യന് നിന്റെ നേരെ കുറ്റം ചുമത്താൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ആര് കുറ്റം ചുമത്തും? ഈ കുറ്റം പറയുന്നത് ഒരു ആത്മാവാണ്. നിങ്ങള് ഭയങ്കര മാന്യമായിട്ട് സൂട്ടും കൂട്ടുമൊക്കെ ഇട്ട് കുറ്റം പറയുന്നെങ്കിൽ നിങ്ങൾ മാന്യതയുടെ കുറ്റം പറഞ്ഞത് കൊണ്ട് ദൈവം കേൾക്കത്തില്ലെന്നൊന്നുമല്ല. കുറ്റം ആര് പറഞ്ഞാലും ദൈവത്തിന് കടം കൊടുക്കണം. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, വേണേ പിന്നീട് ഇട്ട് തന്നാ മതി. ഞാൻ ഇരുന്ന് എന്റെ സഹോദരനെതിരെ കുറ്റം പറഞ്ഞു. 50-ാം സങ്കീർത്തനം ഒന്ന് ഇട്ട മോനെ, ഇവരൊന്ന് കാണട്ടെ, എല്ലാരും ഒന്ന് കേൾക്കട്ടെ, ലൈവിലുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. വായിച്ചേ. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെ നീ നിരൂപിച്ചു. അടുത്തത്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അടുത്തത്, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. സ്തോത്രം. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി ഇതാണ് ഇന്ന് പെന്തക്കോസ്ത് നടക്കുന്നത്. നീ ഇരുന്ന് സഹോദരന് വിരോധം. അയ്യോ, ആരാധന കഴിഞ്ഞ് പോകുന്ന വഴിക്ക് എന്ത് നല്ല മെസ്സേജ് ആയിരുന്നല്ലേ, എന്ത് അനുഗ്രഹമായിരുന്നു. എന്നോട് ദൈവം സംസാരിച്ചു. കുറച്ചുകൂടി വിശുദ്ധിയോടെ ജീവിക്കണം, കുറച്ചുകൂടി കർത്താവിനെ ആരാധിക്കണം, കുറച്ചുകൂടി ദൈവത്തെ ആഴത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞു പോകേണ്ടതിന് പകരം ചായ എന്തോ അവളെ നോക്കിയായിരുന്ന ആര്? അവളെ ഇല്ല, അവിടെ ഇരിപ്പ് കണ്ടായിരുന്ന. അപ്പൊ തിരിച്ച് അച്ചായൻ, എടി നീ ആ ചെരുപ്പിടാൻ ഇറങ്ങിയപ്പോ കണ്ടായിരുന്നോ? ഇന്നാള് തലയും കുത്തി എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടുവോ നമ്മള്? ഞാന് കർത്താവിദാസന്റെ പേര് പറഞ്ഞത് കൊണ്ട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഏട്ടൻ. ഞാൻ ചർച്ച തുടങ്ങിയ സമയത്തുള്ള ചില ആളുകളാണ് കൊച്ചു ബിജു, സാജൻ, ബിന്ദു, അതുപോലെ സുരേഷ് ഏട്ടൻ. ഇവരൊക്കെ ആരംഭം. അന്നും ഇന്നും ആരാധനക്ക് വരിക, ആരാധന കഴിയുക, പോകുക, വിളിയുമില്ല, വലിയ പരിചയമൊന്നും അടുപ്പമൊന്നുമില്ല. പക്ഷെ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ചിലരാണ്. അപ്പൊ ഞാൻ ഒരു വിഷയത്തിനും ഇല്ല. ചില കാര്യങ്ങൾ സുരേഷേട്ട ഇന്നത് പറഞ്ഞവർ ഒരു വിഷയത്തിലും ഇല്ല. ഞാൻ എന്നും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളും ഞാനും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആരുടെയും കുറ്റം നോക്കരുത്. അവിടെ ആര് വരുന്നു, ഇവിടെ എന്തിനു വരുന്നു,
അവിടെ വരുന്നവരൊക്കെ എന്താ ഇത് ഈ ചർച്ചിനെ സംബന്ധിച്ചതല്ല, ഈ ലൈവിലൂടെ പോകുന്നുണ്ട്. ഈ ലൈവിലിരുന്ന് കേൾക്കുന്ന എല്ലാവരോടുമുള്ള ദൂത, സഹോദരിമാരെ, നീ ആരാധനക്ക് വരണമെങ്കിൽ നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോകും. നീ മറ്റുള്ളവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട? അയ്യോ, നിങ്ങൾ സൈലന്റ് ആയോ? നിങ്ങൾ ദൈവത്തോട് സൈലന്റ് ആകരുത്, ഞാൻ വയലന്റ് ആവും. കേരളത്തിലെ ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ഒരു കാര്യം എന്നാന്നറിയോ? പറ. ഞാന് കേൾക്കുന്നുണ്ടോ മക്കളെ? നിങ്ങളങ്ങനെ പറയരുത് കേട്ടോ. ഞാന് ഈ അമ്മച്ചിയുടെ കൂടെ പള്ളി പോവായിരുന്നു. ആദ്യത്തെ കുർബാനക്കാ പോകുന്നേ. ഈ കുർബാന കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അൽഫോൺസ ചേച്ചി അമ്മച്ചിയുണ്ട്, തേസ്യ അമ്മച്ചിയുണ്ട്, ഫിലോമിന അമ്മച്ചിയുണ്ട്. അപ്പൊ ഞാൻ ഈ എല്ലാ ദിവസവും ഇവരുടെ കൂടെ ഒന്നാമത്തെ കുർബാനക്ക് പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെറുപ്പം തൊട്ടേ ഭക്തനായിട്ടൊന്നുമല്ല. ഇവരുടെ കൂടെ കൂടിയ എന്ത് രസമാണെന്നറിയാം. ഇവര് പള്ളിയിലോട്ട് വരാൻ വേണ്ടി ഈ ചട്ടയും മുണ്ടൊക്കെ കൊടുത്താ വരുന്ന സമയത്ത് എല്ലാവരും കൂടി വന്നിട്ട് റോഡെ വന്ന് പഞ്ചായത്ത് എന്ന് പറയുന്ന അവിടെ പാലമുണ്ട്, അവിടെ നിന്നിട്ട് അവിടെ നിന്നാ പോകുന്നേ. ഇവിടുന്ന് പോകുമ്പോ തൊട്ട് ഒരാൾ ചോദിക്കും, പിലോ മരുമകള് വന്നോ? അത് പറയാനാ ഞാൻ വരുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റാ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ നടുക്ക് കയറി ഇങ്ങനെ മുട്ടി നിൽക്കും. എന്ത് രസമാ. അപ്പോ എന്നോട് സിന്തമ്മ ചോദിക്കും, ഇത്രയൊക്കെ ഇത് എവിടെ നിന്ന് പഠിച്ച? അവിടെ നിന്ന് കിട്ടിയതാ. മനസ്സിലായില്ലേ? ഞാൻ കേൾക്കാത്ത കാര്യമൊന്നുമില്ല, ഞാൻ പഠിക്കാത്ത കാര്യമൊന്നുമില്ല. ഇവിടെ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് എല്ലാവരും വട്ടക്കല്ലിൽ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും, താറാവ് നിൽക്കുന്ന പോലെ. എന്നിട്ട് ഒരുമിച്ചാണ്. എന്നിട്ട് ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാവർക്കും ഒരു സ്തുതിയെ കൊടുത്തിട്ട് ഇറങ്ങിയ വട്ടക്കല്ല് എന്നിറങ്ങുമ്പോൾ നമ്മൾ എവിടെയാ നിർത്തിയത് വിലോമന ചേച്ചി? അപ്പൊ അത് എൻ്റെ മൂത്ത മോളുടെ അവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ഒരാൾ പറയും, അല്ല ഇന്നലെ തൊട്ട് പിലോമനാമച്ചയുടെ ഇനി എന്താ പറയട്ടെ, എന്തൊരു രസമാണ്. 5:45 കുർബാനക്ക് പോകാൻ ഞാൻ 5 മണിക്ക് പൗഡർ ഇട്ട് നിൽക്കും. എന്തൊരു രസമാണ്. നിങ്ങൾ കേൾക്കണം. അത് ഭയങ്കര ഈണത്തിലും തൂണിലും ഒക്കെയായി പറയുമ്പോൾ അതിൻ്റെ അയ്യോ എന്ത് രസമാ. ഇനി എല്ലാവരും വന്ന് 2ാമത്തെ കുർബാനയും കഴിഞ്ഞ് 3ാമത്തെ കുർബാനയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയാലും ഇവർ വീട്ടിലെത്തത്തില്ല. അടുത്ത സ്റ്റെപ്പിന് അവിടെ നിൽക്കും, അവിടെ നിന്ന് കുറേ സംസാരിക്കും. പിന്നെ കുറച്ച് ഇത് എവിടെ നിന്നാ വന്നതെന്നറിയോ? പള്ളിയിൽ നിന്ന്. ഒരല്ലെന്ന് പറഞ്ഞേ. ഇപ്പൊ പിന്നെ അങ്ങനെ സൗകര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ മൊബൈൽ ഉള്ളത് കൊണ്ട് വഴി നിന്ന് പറയേണ്ട വീട്ടിൽ പോയി യേശുവിന്റെ നാമത്തിൽ ആടിക്കുന്നില്ല ദൈവം. എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഈ പ്രവാചകനായതുകൊണ്ട് ഈ ദൂത് മാറി ഇങ്ങനെ കയറി വരും. ഒരു സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ നിളക്കപ്പെരിപ്പൊന്നും വേണ്ട, ഇതങ്ങ് കേട്ടാ മതി. സ്വോത്രം. നീ വീട്ടിൽ പോയി നിന്റെ ഇവിടെ ഉള്ള ആരോടെങ്കിലും കണക്ട് ചെയ്ത് നീ മൊബൈലിലൂടെ കണകണ എന്ന് പറഞ്ഞാൽ തമ്പുരനടിച്ച് നിന്നെ പാലും വെള്ളമാക്കും. ഒരു കൂട്ടുകെട്ടും വേണ്ട. ഇവിടെ ആരുടെ സഹായം വേണ്ട. മറിയാമ്മ ചോച്ചാമ്മയെ പിടിക്കണ്ട, ചോച്ചാമ്മ ഇന്നാളെ പിടിക്കണ്ട. ഞാൻ അറിയാതെ പറഞ്ഞു പോയാ ചോച്ചാമ്മേൻ്റെ ആ പേര് പെട്ടെന്ന് വരുന്നതുകൊണ്ട് പറഞ്ഞതാ, ക്ഷമിക്കണേ. ആമേ. ഞാൻ ചോദിക്കട്ടെ, ഡെലിവറി ചർച്ച വരാൻ ആരുടെ എന്തിനാ കൂട്ടായ്മ? അല്ലേ വേണോ? നിവിതക്ക് മറ്റേ സിസ്റ്ററിന്റെ കൂട്ട് വേണോ? വേണ്ട. ഡെലിവറി ചർച്ച അറിയില്ല പറഞ്ഞ് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോൾ ആരുടെയും കൂട്ടായ്മ വേണ്ട, ഒറ്റക്ക് പോകാൻ അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കൂട്ടായ്മ ബന്ധം നിങ്ങളുടെ ഫോണിലൂടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. അത് കുടുംബ ജീവിതത്തിന് തകർച്ചയ്ക്കാണെന്ന് ആത്മാവ് ഇടപെടുന്നു. വേണ്ട. ദൈവം തെരഞ്ഞെടുത്തവനെ ആര് ചുമത്തും? ഞാൻ നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ഞാൻ വിളിക്കുന്നുണ്ടോ? ഇത് എന്തിന് നമ്മൾ ഇങ്ങനെ ഒരാളുടെ പുറകെ നടന്ന് വിളിച്ച് സംസാരിച്ച് നമ്മുടെ കൃപ എന്തിന് കളയുന്നു? നമ്മൾ വന്നത് ആരാധിക്കാനല്ലേ? നമ്മൾ ഈ പാരമ്പര്യം എല്ലാം വിട്ടുകളഞ്ഞ് തമ്പുരാനെ സേവിക്കാനല്ലേ വന്നത്? എന്തിനാ ദൈവമക്കളെ? ഇനി വളരെ കടുപ്പത്തിൽ
പറയാം, നിങ്ങൾ അടുത്ത ആഴ്ച വരിയോ വരാതെ എന്റെ വിഷയമല്ല. നിങ്ങൾ ചിലർ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം പോലും എന്നാണെന്നറിയാമോ? നിങ്ങളുടെ കുറ്റം പറച്ചില്ല. അത് എന്നും നിങ്ങൾ നിർത്താൻ നിങ്ങൾ തീരുമാനിക്കുന്നോ അന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് നിർത്തണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു പ്രാവശ്യം നിങ്ങളുടെ ഫോണിൽ വിളിച്ച് ഒരാളെ കുറിച്ച്, ഇതിനകത്തുള്ള ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ചവര ഇനി മേലാൽ എന്നെ വിളിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞേ പിന്നെ വിളിക്കത്തില്ല. നിങ്ങളുടെ അനുഗ്രഹം നഷ്ടമാക്കരുത്. ഇനി കുറ്റം പറയുന്ന ആത്മാവ് ഏതാണെന്ന് കൂടി വെളിപ്പെടുത്തിയിട്ട് ഞാൻ ആ ഭാഗം വിടാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-10 വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നു. പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. ആരാ കുറ്റം പറയുന്നേ? കുറിച്ചു വെച്ചോ. ആരാ കുറ്റം പറയുന്നേ? ശരിക്കും വായിക്കും. തെറ്റിക്കഴിഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് 10-ാം വാക്യം പറയുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അടുത്തത്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന. ആരാ കുറ്റം ചുമത്തുന്നേ? അപവാദി. ഏതാ അപവാദി? പിശാചും സാത്താനും. അപ്പൊ കുറ്റം പറയുന്നതിന് വ്യാപരിക്കുന്ന ആത്മാവേതാ? പിശാചിന്റെ ആത്മാവ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കണം. എന്റെ ഹൃദയം ഞാൻ പിശാചിന് കൊടുക്കത്തില്ല. എന്റെ വായ ഞാൻ പിശാചിന് കൊടുക്കത്തില്ല. എന്റെ അധരം ഞാൻ പിശാചിന് കൊടുക്കത്തില്ല. കരമുയർച്ചു ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. അവൻ ഈ തീരുമാനത്തിന്റെ മേലാണ് ദൈവത്തിന്റെ കരുണയുടെ കരം വെളിപ്പെടുത്തുന്നത്. ഇന്ന് പകൽ വളരെ ശക്തമായിട്ട് പറയുന്നു, എന്റെ നാവിലൂടെ, എന്റെ അധരത്തിലൂടെ എന്റെ സഹോദരനോ എന്റെ സഹോദരിക്കോ എതിരായി ഞാനൊരു കുറ്റം പറയില്ല. ഒരു സെക്കൻഡ് അടുത്തിരിക്കുന്ന അവിടെ കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ, സഭക്കകത്ത് വലിയ ചിഹ്നലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തമ്മിലുള്ള കുറ്റാരോപണങ്ങൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുണ്ടാകാതിരിപ്പാൻ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് ഒരു വാക്കെന്ന് പ്രാർത്ഥിച്ചേ. തമ്പുരാനെ, അങ്ങനെ ഒരു ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ വേണ്ട. അങ്ങനെ ഒരു ആത്മാവ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വേണ്ട. അങ്ങനെ ഒരു ആത്മാവ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ചലിക്കരുത്. അങ്ങനെ ഒരു ദുരാത്മാവ്